ഹലോ, ചപ്പാത്തിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള എഗ് മസാല കറി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. ഇറച്ചിയും മീനൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളകും ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് മസാലയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാലയും വെള്ളവും മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങൾ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അത് ഡിപ്പെൻസ് ആയിരിക്കും. അങ്ങനെ ഏകദേശം മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞങ്ങൾ വേവിച്ച് വെച്ച മുട്ട കട്ട് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മസാലയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയും മുട്ടയൊക്കെ നന്നായി സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റായി വരാൻ വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തിക്കും ദോശക്കും പൂരിക്കൊക്കെ അത്ര എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു മുട്ട മസാല കറിയാണിത്. എരിവോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യാം. കാരണം നോർമൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന കറിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മസാല കറിയാണിത്. എന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.